ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 23-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൽ ആദ്യം 1 മുതൽ 8 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുന്നത് സഭയിൽ പ്രവേശിക്കുവാൻ അനുവാദമില്ലാത്തവരെ കുറിച്ചാണ്. അതായത് ശാരീരികമായ കുറവുകളുള്ളവർ സഭയിൽ പ്രവേശിക്കുവാൻ പാടില്ല എന്ന് ഇവിടെ കാണുന്നു. പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവ് ആവശ്യപ്പെടുന്നത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. എന്നാൽ പഴയ നിയമത്തിൽ ശരീരത്തിൻ്റെ പൂർണ്ണതയ്ക്കും വിശുദ്ധിക്കുമാണ് പ്രാധാന്യം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശാരീരികവും മാനസികവും ആത്മീയവുമായ 3 വിശുദ്ധിയിലാണ് ഒരുവൻ സഭയിൽ പ്രവേശിക്കേണ്ടതും ദൈവത്തെ ആരാധിക്കേണ്ടതും. കാരണം ദൈവം പൂർണ്ണനാണ്. ആ പൂർണ്ണനായ ദൈവത്തെ, മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നു, ജാരസന്തതികൾ ദൈവസ്ഥാനത്തിൽ പ്രവേശിക്കുവാൻ പാടില്ല. പ്രത്യേകിച്ച് 2 കൂട്ടരെക്കുറിച്ച് പറയുന്നു, മോവാബ്യരും അമ്മോന്യരും. അവരുടെ 10-ാം തലമുറക്കാരൻ പോലും ദൈവസന്നിധിയിൽ വരരുതെന്നുള്ള നിയമം. കാരണം ലോത്തിന് തൻ്റെ പെൺമക്കളിൽ നിന്ന് ജനിച്ച 2 മക്കളാണല്ലോ മോവാബും അമ്മോന്യനും. അവരുടെ സന്തതി പരമ്പരകൾ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ അവരെ ഏറെ പീഡിപ്പിക്കുകയും അവരെ ഏറെ ഉപദ്രവിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് നിങ്ങളെ ആ മരുഭൂമി യാത്രയിൽ നിങ്ങളെ ഉപദ്രവിച്ചവരും ഇങ്ങനെയുള്ള ജന്മമുള്ളവരുമായ ആളുകൾ ഒരിക്കലും ദൈവസ്ഥാനത്തിൽ പ്രവേശിക്കുവാൻ പാടില്ല. അവൻ്റെ 10-ാം തലമുറക്കാരൻ പോലും അവിടെ വരാൻ പാടില്ല എന്നാണ് അവിടെ വായിക്കുന്നത്. എന്നാൽ പറയുന്നു, ഏദോമിനെ നിങ്ങൾ വെറുക്കരുത്. കാരണം അവർ നിങ്ങളെ സ്നേഹിച്ചവരാണ്, നിങ്ങളുടെ സഹോദരങ്ങളാണ്. അവർ നിങ്ങളെ അധികം ഉപദ്രവിച്ചിട്ടില്ല. അതുപോലെ ഈജിപ്തുകാരെ നിങ്ങൾ വെറുക്കരുത്. നിങ്ങളുടെ പിതാക്കന്മാർ അനേക വർഷങ്ങൾ 430 വർഷം അവിടെ അടിമയായിരുന്നു. അവരെ കഠിന വേല ചെയ്യിച്ചെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള അനുവാദം, ഭക്ഷിക്കാനുള്ള ഭക്ഷണമൊക്കെ അവർ അവിടെ നിന്നാണല്ലോ കൊടുത്തിരുന്നത്. അതുകൊണ്ട് അവരെ നിങ്ങൾ വെറുക്കാൻ പാടില്ല എന്നുള്ളതാണ്. 9 മുതലുള്ള വാക്യങ്ങളിൽ പാളയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് വായിക്കുന്നു. യുദ്ധം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, നിങ്ങൾ ശത്രുവിനെതിരായ പാളയം ഇറങ്ങുമ്പോൾ നിങ്ങളിൽ നിന്ന് തിന്മകളെ അവിടെ നിന്ന് ഒഴിവാക്കണം, പാപത്തെ ഒഴിവാക്കണം. ഒന്നാമത് പറയുന്നത് സെമൺ ജാക്കുലേഷൻ സംഭവിക്കുന്ന പുരുഷൻ ശരീരം കഴുകണം, വിശുദ്ധി പ്രാപിക്കണം. പഴയ നിയമത്തിൽ പൊതുവെ സെക്സ് സിൻ അഥവാ ലൈംഗികത പാപം എന്നൊരു കൺസെപ്റ്റുണ്ട്. ലേവ്യ പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ സെമൺ ജാക്കുലേഷൻ സംഭവിക്കുന്ന പുരുഷനും മെൻസ്ട്രുവേഷൻ പീരീഡിലുള്ള സ്ത്രീയും 2 പേരും അശുദ്ധരാണ്, അപൂർണരാണ്. അവർ ശരീരം കഴുകണം, ദേവാലയത്തിൽ പോകണം, ശുദ്ധീകരണ പ്രക്രിയകളും പാപപരിഹാര ബലിയും ചെയ്യണമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ശുദ്ധീകരണ പ്രക്രിയ ചെയ്യുന്നത് അശുദ്ധമായതുകൊണ്ടാണ്, പാപപരിഹാര ബലി ചെയ്യുന്നത് പാപം സംഭവിച്ചുകൊണ്ടാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ലൈംഗികത പാപമാണെന്നുള്ള ഒരു പഠിപ്പിക്കലോ അങ്ങനെ ഒരു പരാമർശമോ ഒരിക്കലുമില്ല. പുതിയ നിയമ പിതാക്കന്മാരുടെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടൊപ്പം പങ്കുവഹിക്കുവാൻ ദൈവം വിളിക്കുന്ന വിളിയാണ് ദാമ്പത്യത്തിലേക്കുള്ള വിളി. ദൈവം വിശുദ്ധനാണെങ്കിൽ, സൃഷ്ടി വിശുദ്ധമാണെങ്കിൽ, ആ സൃഷ്ടികർമ്മത്തിൽ പങ്കുവഹിക്കുന്ന മനുഷ്യനും ആ പങ്കുവഹിക്കപ്പെടുന്ന സ്ഥലവും സമയവും ഒക്കെ വിശുദ്ധമാണെന്ന് പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. അത്രമാത്രം വിശുദ്ധമാണ് സെക്ഷുവാലിറ്റിയെക്കുറിച്ച് പുതിയ നിയമം കാണുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ ഇതൊക്കെയും ഒരു പാപത്തിൻ്റെ പരിണത ഫലമായിട്ടാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. അത് മനക്കേസും എന്ന് പറയുന്ന ഗ്രീക്ക് ഫിലോസഫിയുടെ ഇൻഫ്ലുവൻസിലൂടെ സംഭവിച്ചതാണെന്നൊക്കെ വേദപണ്ഡിതന്മാരെ എഴുതി വായിക്കാൻ കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളതായൊരു വിശുദ്ധിയെക്കുറിച്ച് പഴയ നിയമത്തിൽ നമ്മളിവിടെ വായിക്കുന്നു. പുതിയ നിയമത്തിൽ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ മാനസികമായ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് നമ്മളതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതാണ്.
അതുപോലെ തന്നെ അന്നൊക്കെ ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു കാലഘട്ടം. ആ സമയത്ത് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ നിങ്ങൾ കുഴി കുഴിച്ച് അത് മണ്ണിട്ട് മൂടിക്കളയണം. കാരണം പറയുന്നു, ദൈവം ഈ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നവനാണ്. ദൈവം പൂർണ്ണനായതുകൊണ്ട് ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും നമ്മൾ പറഞ്ഞു, ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരാകുവിൻ. അപ്പം അതുകൊണ്ടാണ് ആ വലിയ വിശുദ്ധി അവിടെ ആവശ്യപ്പെടുന്നത്. പിന്നെ അത് മാത്രമല്ല, മറ്റവർക്ക് രോഗം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അണുബാധ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയും അവരുടെ ആരോഗ്യത്തെ പ്രതിയും. കാരണം ശത്രുവിനെതിരെ പാളയം ഒക്കെ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കണം അവിടെ യുദ്ധം ചെയ്യുവാൻ. അതിനുള്ള ഒരു ക്രമീകരണമാണ് നമ്മൾ പുതിയ നിയമത്തിൽ മാനസിക വിശുദ്ധി സാത്താനോട് യുദ്ധം ചെയ്യുവാനാണ്. ഇവിടെ യുദ്ധം നമുക്ക് മനുഷ്യനോടല്ലെന്ന് നമുക്കറിയാം. യുദ്ധം പിശാചിനോടാണ്, പൈശാചിക ശക്തികളോടും പൈശാചിക പ്രലോഭനങ്ങളോടുമാണ്. അതിനെതിരായി ആന്തരികവും മാനസികവുമായ വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 15 മുതലുള്ള വാക്യങ്ങളിൽ മറ്റ് ചില വിവിധ നിയമങ്ങളാണ് കൊടുക്കുന്നത്. ഒന്നാമത് പറഞ്ഞു, ഒളിച്ചോടി വരുന്ന അടിമയെ നീ സംരക്ഷിക്കണം. കാരണം അവൻ്റെ യജമാനൻ്റെ പീഡ സഹിക്ക വയ്യാതാണ് അവൻ അവിടെ നിന്ന് ഒളിച്ചോടി വരുന്നത്. അവനെ നീ പീഡിപ്പിക്കരുത്, അവനോട് നിനക്ക് ദയവ് കാണിക്കണം, അവനെ നീ സംരക്ഷിക്കണം. പിന്നെ പറയുന്നു, സ്ത്രീകളിൽ ആരും ദേവദാസികളാവുകയോ പുരുഷന്മാരിൽ ആരും ദേവദാസന്മാരാവുകയോ ചെയ്യരുത്. അന്ന് ജാതികളിലുണ്ടായിരുന്ന കാര്യമായിരുന്നു ദേവദാസി സമ്പ്രദായം. സ്ത്രീകളെ ദൈവത്തിന് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് സമർപ്പിക്കുകയും അതിനുശേഷം അതിന് നേതൃത്വം നൽകുന്നവരെ ലൈംഗികമായി അവരെ വിനിയോഗിക്കുകയും ചെയ്തിരുന്നു. അത് നടന്നത് വ്യഭിചാരമാണ് അവിടെ ഇത് നടന്നിരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്ത്രീകളിൽ ആരും പുരുഷന്മാരാരും ദേവദാസികളാകാൻ പാടില്ല, സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അതുപോലെ തന്നെ ഒരു വ്യഭിചാരിണിക്ക് ലഭിച്ചതായ കൂലിയോ നായയെ വിറ്റതായ പണമോ രണ്ടും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അശുദ്ധമാണ്. അതൊരിക്കലും ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ പാടില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ അവിഹിതമായതൊന്നും ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ പാടില്ല എന്നർത്ഥം. പിന്നെ പറയുന്നത്, സ്വന്തം സഹോദരന് പണം കടം കൊടുത്താൽ അവനോട് പലിശ വാങ്ങാൻ പാടില്ല. കാരണം അവൻ നിൻ്റെ സഹോദരനാണ്. അവനോട് പലിശ അവന് നിർവാഹമില്ലാത്തതുകൊണ്ടാണല്ലോ അവൻ നിന്നോട് കടം ചോദിക്കുന്നത്. അപ്പം നീ വായ്പ കൊടുത്തവനെ സഹായിക്കണം. പക്ഷേ അതിൻ്റെ പേരിൽ അവനോട് പലിശ വാങ്ങാൻ പാടില്ല. കാരണം അവൻ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. നമുക്കറിയാം, അത് മുഖാന്തരം ഇന്ന് എത്രയോ പേര് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യവും എത്രയോ കൊലപാതകങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇന്ന് ഭൂമിയിൽ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകുന്നുവെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്രകാരം ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പം അതിനാകാൻ കാരണം പറയുന്നു, അങ്ങനെ നീ നീതിപൂർവ്വം നീ ചെയ്താൽ ആ ദേശത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്രകാരമുള്ള ദോഷപ്രവൃത്തികളൊന്നും ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം. അതുപോലെ പിന്നെ പറയുന്നത്, നേർച്ച നേർന്നാൽ അത് നിവർത്തിക്കണം. നേർച്ച നേരണമെന്നുള്ളത് നിയമമല്ല, നേരാതിരിക്കുന്നത് പാപവുമല്ല. എന്നാൽ നേർച്ച നേർന്നാൽ അത് നിവർത്തിക്കണം. ദൈവത്തോട് പറയുന്ന വാക്കാണ്. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക എന്നുള്ളതാണ്. ദൈവം ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല നേർച്ച നേരണമെന്ന്. ആരെങ്കിലും അങ്ങനെ നേർച്ച നേരുന്നെങ്കിൽ തീർച്ചയായും അത് നിവർത്തിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. 24-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിൽ കൂടെ നീ നടന്നു പോകേണ്ട സാഹചര്യമോ വയലിലൂടെ നടന്നു പോകുന്ന സാഹചര്യം വരുമ്പോൾ നിനക്ക് വിശക്കുന്നുവെങ്കിൽ നിനക്ക് ആവശ്യത്തിന് മുന്തിരി നിനക്ക് പറിച്ച് ഭക്ഷിക്കാം. ഗോതമ്പ് മണി അല്ലെങ്കിൽ അതിൽ നിന്ന് ആ കതിരിൽ നിന്ന് ഊരിയെടുത്ത് നിനക്ക് ഭക്ഷിക്കാം. എന്നാൽ അത് കൊയ്തെടുക്കാൻ പാടില്ല, ശേഖരിക്കാനും പാടില്ല. ഇത് നമുക്കറിയാം. നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരും വയലിലൂടെ കടന്നുപോയപ്പോൾ വിശന്നപ്പോൾ കതിര് പറിക്കുകയും ശാസ്ത്രി പരീക്ഷന്മാർ അതിനെ വിമർശിക്കുകയും ചെയ്ത സംഭവം പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് അവരുടെ വിശപ്പ് കൊണ്ട് ചെയ്യുന്നതാണ്. അത് അതിനുള്ള അനുവാദമുണ്ട്. പഴയ നിയമത്തിൽ അതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമം കൊടുക്കുന്നു വെച്ചാൽ, ആ ദേശത്ത് ഭൂമിയിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല. ഒരുവന് സ്വന്തമായി ഭൂമിയില്ല, അവന് കൃഷി ചെയ്യാനുള്ള സാഹചര്യമില്ല, അവനെങ്ങനെ ഭക്ഷിക്കണം? അപ്പോൾ അവൻ ഈ വയലിലൂടെ മുന്തിരിത്തോട്ടത്തിലൂടെയൊക്കെ പോയി അവന് ആവശ്യമുള്ളിടത്തോളം അവന് ഭക്ഷിക്കും. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല. അത് ഭക്ഷ്യമൃഗാദികൾക്കും വന്ന് ഭക്ഷിക്കാം. അതിനുള്ള അനുവാദം അവയ്ക്കും ദൈവം ഇത് കൊടുത്തിരിക്കുക. അതാണ് വൃക്ഷഫലം നീ തല്ലിപ്പറിക്കരുത്, അതിന് തീർത്ത് കൊയ്യരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചാണല്ലോ ഇതിനു മുമ്പുള്ള പുസ്തകത്തിൽ. അതിന് തീർത്ത് കൊയ്യരുത്, വൃക്ഷഫലം പൂർണ്ണമായി പറിച്ചെടുക്കരുത്,
പക്ഷിമൃഗാദികൾക്കും ഒക്കെ ഭക്ഷിക്കാനുള്ള അനുവാദമുണ്ട്, അവസരമുണ്ടാകണം. എല്ലാം ദൈവമാണ് അവയെല്ലാം സൃഷ്ടിക്കുന്നത്. എല്ലാ സൃഷ്ടികളും ഭൂമിയിൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാനുള്ള സംവിധാനമാണ്. അപ്രകാരം നമ്മൾ ജീവിക്കുന്നതായ ഭൂമിയിലെ സകല സൃഷ്ടികളെയും ദൈവം സൃഷ്ടിച്ചു. അവയെ കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേദന അനുഭവിക്കുന്ന, കഷ്ടത ഒക്കെയും അനുഭവിക്കുന്ന മനുഷ്യരോടുള്ള ആ സഹതാപപൂർണമായ അല്ലെങ്കിൽ അനുകമ്പാപൂർണമായ ഒരു മനോഭാവത്തോടുകൂടി ജീവിക്കുവാനുള്ള ആഹ്വാനം പഴയ നിയമത്തിൽ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് യഹോവയായ ദൈവം നൽകുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഇതൊക്കെയാണല്ലോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ച് നീതിപൂർവമായി ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തിയായിക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.